നമസ്കാരം. ഇന്നത്തെ ദിവസം 2 വ്യത്യസ്ത അപകടങ്ങളിൽ 7 മലയാളികൾ കൊല്ലപ്പെട്ടു. ഒന്ന് കോയമ്പത്തൂരാണ് നടന്നത്. തിരുവല്ലയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ഒരു കുടുംബം സഞ്ചരിച്ച കാർ ഒരു ചെറിയ ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് ആ കാറിലുണ്ടായിരുന്ന 3 പേര് കൊല്ലപ്പെട്ടു. ഒരാൾ ഗുരുതരമായിട്ട് ആശുപത്രിയിലാണ്. മറ്റൊരു അപകടം നടന്നത് പാലക്കാട്ടാണ്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറി 4 പെൺകുട്ടികൾ അവിടെ കൊല്ലപ്പെട്ടു. ദിവസവും നമ്മൾ നിരവധി അപകട വാർത്തകൾ കേൾക്കുന്നു. ആലപ്പുഴയിൽ നടന്ന വിദ്യാർത്ഥികളുടെ അപകടം, അതിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മളിതുവരെ മുക്തരായിട്ടില്ല. ഇങ്ങനെ നിരന്തരം നമ്മുടെ റോഡുകൾ ചോരക്കളങ്ങളായിട്ട് മാറിക്കൊണ്ടിരുന്നിട്ടും നമ്മുടെ സർക്കാർ, നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്, നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഈ അപകടങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല. ഒരു അപകടം നടക്കുമ്പോൾ ഓടിയെത്തി കുറച്ച് ദിവസത്തേക്ക് കുറേ ഡ്രാമ കളിക്കും. ആ ഡ്രാമ കളിച്ച ശേഷം അവരങ്ങ് പോകും. വീണ്ടും എല്ലാം പഴയപടി. ഈ അപകടങ്ങളെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് ഈ അപകടങ്ങളുടെ മൂലകാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മൂലകാരണത്തിന് പരിഹാരമുണ്ടാക്കി മാത്രമാണ് നമുക്കിതിനെ തടയാൻ സാധിക്കുക. എന്താണ് മൂലകാരണം? മൂലകാരണം മറ്റൊന്നുമല്ല, അശ്രദ്ധമായ അല്ലെങ്കിൽ അറിവില്ലാത്ത അപക്വമായ ഡ്രൈവിംഗ്. റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും വാഹനം ഓടിക്കാൻ അറിയില്ല. വാഹനം എങ്ങനെ ഓടിക്കണം, വാഹനം ഓടിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചിന്തകൾ എന്താണ്, വാഹനം ഓടിക്കുമ്പോൾ എടുക്കേണ്ട കരുതലുകൾ എന്താണ്, ഇതൊന്നും ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ. എന്തുകൊണ്ട് അറിഞ്ഞുകൂടാത്ത? അവരുടെ കുറ്റമല്ല, ആരും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായം തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ലൈസൻസ് കിട്ടുന്നത്? ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നു. ആ ഡ്രൈവിംഗ് സ്കൂളുകാരൻ 3-4 പേരെ ഒരു കാറിൽ വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നു. അവർ ഈ വ്യക്തികളെ പഠിപ്പിക്കുന്നത് സ്റ്റിയറിംഗ് ബാലൻസ്, ഗിയർ എങ്ങനെ മാറണം, ബ്രേക്ക് എങ്ങനെ പിടിക്കണം, ക്ലച്ച് എങ്ങനെ ചവിട്ടണം, ഈ വക കാര്യങ്ങളാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അവർ ഒരു വിധത്തിൽ വണ്ടി ഉരുട്ടിപ്പുരട്ടി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവരെ നേരെ ടെസ്റ്റിന് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാന കടമ്പ എന്ന് പറയുന്നത് എച്ച് എടുക്കണം. റോഡിൽ ഒരിടത്തും നമുക്ക് എച്ച് എടുക്കേണ്ടി വരുന്നില്ല, പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എച്ച് എടുക്കണം. പിന്നെ 8 എടുക്കണം. ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് റോഡിൽ ഒരു സ്ഥലത്തും 8 എടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് 8 എടുക്കണം. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരെ റോഡിൽ കൂടി വണ്ടി ഓടിപ്പിക്കും. അവന് വണ്ടി ഓടിക്കാൻ അറിയാം, ലൈസൻസ് കൊടുത്തു. ഇങ്ങനെ ലൈസൻസ് എടുത്ത് പുറത്തു വരുന്ന ഒരു കുട്ടിക്ക്, ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് റോഡിലേക്ക് കാറും എടുത്തുകൊണ്ട് പോകാനുള്ള ധൈര്യമില്ല. കാര്യം അവർ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്യാനും ഗിയർ ഇടാനും സ്റ്റിയറിംഗ് ചെയ്തിരിക്കാനും ബ്രേക്ക് പിടിക്കാനും പഠിച്ചു എന്നതൊഴിച്ച് റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? പിന്നീട് അയാൾ ഏതെങ്കിലും ഒരു വണ്ടി സ്വയം ഓടിച്ചാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കുമ്പോൾ അയാൾക്ക് റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എടുക്കേണ്ട കരുതലുകളെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സമ്പ്രദായം സമൂലം പരിഷ്കരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു വ്യക്തി ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോൾ അവൻ എക്സ്പേർട്ട് ഡ്രൈവർ ആയിരിക്കണം. അവൻ ഏത് റോഡിലും വണ്ടി ഓടിക്കാൻ പഠിച്ച ശേഷം മാത്രമേ ടെസ്റ്റിന് വരാവൂ. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പരിഷ്കരിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കൂടുതൽ ഫീസ് ഈടാക്കേണ്ടി വരും. ഈടാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ വാഹനങ്ങൾ എന്നും പെരുകുകയാണ്. നമ്മുടെ റോഡിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഒരു വ്യക്തിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ധാരാളം ബസ്സുകളുണ്ട്, ഓട്ടോറിക്ഷകളുണ്ട്, ടാക്സികളുണ്ട്, ഏതെങ്കിലും പിടിച്ചു പോകാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് സ്വന്തം കാറിൽ മാത്രമേ പോകാൻ പറ്റൂ എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരക്കിട്ട് ആർക്കും ലൈസൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരാളൊരു വാഹനം എടുക്കാൻ വേണ്ടി 8-10 ലക്ഷം രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി 10,000, 25,000, 50,000 മുടക്കാം. അങ്ങനെ മുടക്കിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ മതി. കാരണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു വ്യക്തി ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ അയാൾ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ആ സകല കാര്യങ്ങളിലും ഏറ്റവും പരമപ്രധാനമായ കാര്യം റോഡിൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അത് കൃത്യമായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റ് ചെയ്യണം. നടന്നിട്ടുള്ള ഓരോ അപകടങ്ങളും എടുത്തിട്ട് അതിൻ്റെ എല്ലാം കാരണങ്ങൾ നിങ്ങളൊരു ലിസ്റ്റാക്കിയിട്ട് അത് 1 by 1 ആയിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കണം. ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് കുറഞ്ഞത് 1 മാസമെങ്കിലും നിരന്തരമായിട്ട് എല്ലാ ദിവസവും ഓരോ മണിക്കൂർ അപകടങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കണം. അതിൻ്റെ വിഷ്വൽസ് പങ്കുവെക്കണം. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവരുടെ മനസ്സിലേക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ അപകടമുണ്ടാകും എന്ന ഒരു ധാരണ കയറും. ആ ധാരണ കയറിയാൽ അവർ പിന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ധാരണ വെച്ചുകൊണ്ടാവും ഇറങ്ങുന്നത്. ഞങ്ങൾ കൊച്ചിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
സാറന്മാർ പറഞ്ഞിരുന്നു, നിങ്ങൾ റോഡിൽ കൂടി പോകുമ്പോൾ വലതുവശം ചേർന്ന് പോകണം, ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈഡിലേക്ക് മാറി നിൽക്കണം. അന്ന് പറഞ്ഞു തന്ന കാര്യം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം എന്താണ്? അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. ഇതേപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ അപകടങ്ങളെക്കുറിച്ചുള്ള സാധ്യതകൾ ഒരു ക്ലാസ് രൂപത്തിൽ കൊടുക്കുകയും തുടർന്ന് അതേക്കുറിച്ചൊരു ടെസ്റ്റ് നടത്തുകയും റോഡിൽ തന്നെ അവരെ കൊണ്ടുപോയി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവിടെ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അത്യധികം എക്സ്പേർട്ടാക്കിയ ശേഷം മാത്രമേ അവർക്ക് ലൈസൻസ് കൊടുക്കാവൂ. വെറുതെ ലൈസൻസ് കൊടുക്കുന്ന കാര്യം താമസിപ്പിക്കരുത്. മറിച്ച് അവർക്ക് ഈ അറിവെല്ലാം കിട്ടി, അവർക്ക് കൃത്യമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. ഈ ലൈസൻസും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് ലോകത്ത് എവിടെ ചെന്നാലും വണ്ടി ഓടിക്കാനുള്ള ധൈര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പാക്കണം. ആ തരത്തിൽ നമ്മുടെ ഡ്രൈവിംഗ് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ്? ഈ തരത്തിൽ ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തി ആര് തന്നെ ആയാലും അയാളുടെ മനസ്സിൽ ഈ ധാരണകളും ഈ അറിവുകളും പിന്നീട് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിരിക്കും. അയാൾ ഒരിക്കലും സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കുകയല്ല, മറിച്ച് ഈ ട്രെയിനിങ് എല്ലാം കിട്ടിയാണ് അയാൾ പഠിക്കുന്നത്. ഒരു പട്ടാളക്കാരന് ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് കൊടുത്ത ശേഷം മാത്രമേ അയാൾ ഡ്രൈവറായിട്ട് മാറാവൂ. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. രാത്രിയിൽ എങ്ങനെ വണ്ടി ഓടിക്കണം, പകലെങ്ങനെ ഓടിക്കണം, മഴയത്ത് എങ്ങനെ ഓടിക്കണം, വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യണം, എവിടെ പാർക്ക് ചെയ്യണം, എവിടെ പാർക്ക് ചെയ്യരുത്, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവർക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അവർ പ്രയോഗിക്കാൻ പറ്റൂ. ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ അറിവില്ല, അപകടത്തെക്കുറിച്ച് ബോധമില്ല. അതുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സമ്പ്രദായം പരിഷ്കരിക്കുകയല്ലാതെ ഇതിന് മറ്റൊരു പരിഹാരവുമില്ല. നിങ്ങൾ വേറെ എന്ത് വഴി തേടിയാലും ശരി, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇത് പരിഷ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, അതിൻ്റെ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിരിക്കും. റോഡിൽ ഇറങ്ങുന്ന ഓരോ വ്യക്തിയും ഓരോ സോൾജിയറായിട്ട് മാറണം. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കൃത്യമായിട്ട് പഠിച്ച ഒരു പട്ടാളക്കാരൻ. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സമ്പ്രദായത്തെ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ നാളെ കേരള മോഡൽ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ ഒരു പക്ഷേ ലോകത്തെമ്പാടും ഉണ്ടാകും. അതുകൊണ്ട് സർക്കാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഇതേക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുക, നടപ്പിലാക്കുക, വെച്ച് താമസിപ്പിക്കാതിരിക്കുക. താങ്ക് യു.